അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. യമഹ സ്ട്രൈറ്റ് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ കീലെസ് ടൈപ്പിൽ പുതിയ എയറോക്സ് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിലൊക്കെ നമ്മൾ പ്രൈസ് ഡീറ്റെയിൽ പറയുന്നതിനോടൊപ്പം മൊത്തത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ റേസ് ഇടാറിലും പുതിയ കളറായിട്ട് നമ്മളെ ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ യമഹ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എപ്പോഴും സ്ഥിരം വരാറുള്ള നമ്മുടെ ട്രിവാൻഡ്രത്ത് നിർമ്മനഗിലുള്ള ശിവജി ഓട്ടോസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആക്ച്വലി 3 കാര്യങ്ങൾക്കായിട്ടാണ് കേട്ടോ. ഒന്ന് നമ്മുടെ യമഹയുടെ റീസണലായിട്ടുള്ള പുതിയ പ്രൈസ് ഡീറ്റെയിൽ നോക്കാൻ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ചില മോഡൽസിൽ പുതിയ കളേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് പരിചയപ്പെടുക. പിന്നെ മൂന്നാമത്തെ കാര്യം ഒരു ഈവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തരിക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ മോഡൽസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഒന്ന് നമ്മുടെ എയറോക്സ് എന്ന് പറയുന്ന വണ്ടി അറിയാമല്ലോ. അപ്പോൾ എയറോക്സിൻ്റെ പുതിയൊരു മോഡലാണിത്. എന്താ വെച്ചാൽ ഇത് കീലെസ് ടൈപ്പാണ്. അതായത് നമുക്ക് പഴയതുപോലെ നമുക്ക് കീ വരുന്നില്ല, റിമോട്ട് ടൈപ്പാണ്. അപ്പോൾ കീലെസ് ടൈപ്പിൽ പുതിയ എയറോക്സ് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിലൊക്കെ നമ്മൾ പ്രൈസ് ഡീറ്റെയിൽ പറയുന്നതിനോടൊപ്പം മൊത്തത്തിൽ പറഞ്ഞു. പിന്നെ ഒരു മാറ്റം വന്നിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഫസീനോയാണ്. വണ്ടി പഴയ വണ്ടി തന്നെയാണ്, പക്ഷേ കളറിൽ കുറച്ച് ഡിഫറൻസോട് കൂടി പുതിയ വണ്ടി വന്നിട്ടുണ്ട്. മാറ്റ് സിയാൻ ടൈപ്പിലുള്ള പുതിയ ഒരു ഫസീനോ വണ്ടിയാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോഡലാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പുതിയ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എഫീസർ എക്സിൻ്റെ മാറ്റ് ടൈറ്റാൻ എന്ന് പറയുന്ന കളറിൽ ഒരു പുതിയ മോഡൽ വന്നിട്ടുണ്ട്. സോ അതാണ് ഇതാ ഈ ഇരിക്കുന്നത്, കാണാൻ നല്ല ലുക്കാണ്. പിന്നെ അതുപോലെ മറ്റൊരു മോഡലുണ്ട് ക്രോം ടൈപ്പ്. ഇതാ വണ്ടി കണ്ടല്ലോ, നമ്മുടെ ടാങ്കിൻ്റെ 2 സൈഡിലായിട്ട് ആ ക്രോം കളറിലാണ് പുതിയ മോഡൽ വന്നിട്ടുള്ളത്. എന്നാലും കാണാൻ നല്ല ലുക്കബിളായിട്ടുള്ള ഒരു മോഡലാണ് ഈ എഫീസർ എക്സ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇതിലായിരിക്കും ആ ഒരു കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റേസ് ഇടാറിലും പുതിയ കളറായിട്ട് നമ്മളെ ഫസീനയിൽ കണ്ട പോലെ തന്നെ മാറ്റ് സിയാൻ ടൈപ്പ് കളർ വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പം പുതിയ ഒരുപാട് കളേഴ്സ് ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും വീണ്ടും പുതിയ കളേഴ്സ് ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസീന തന്നെ ഇപ്പോൾ ഈ ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ബ്ലാക്ക് ടൈപ്പ് ഈ ഒരു പുതിയ മോഡലാണ്, ഫുൾ ആൻഡ് ഫുൾ ബ്ലാക്ക് വരുന്ന പുതിയ മോഡലാണ്. പിന്നെ അതുപോലെ നമ്മുടെ MT വെർഷനിൽ പുതിയ 2-3 കളേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ചില മോഡൽസ് ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാ മോഡൽസും പറയാത്തത് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫസീനോ മോഡലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടിയുടെ എക്സ്ഷോറൂം എത്ര, ഓൺ റോഡ്, ഡൗൺ പേയ്മെൻറ്റ്, EMI എല്ലാ കാര്യങ്ങളും നോക്കാം. ഫസ്റ്റ് ഫസീനോ മോഡൽ വരുമ്പോൾ നമുക്ക് ഫസീനോ ബേസ് 85,500 രൂപയാണ് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പ് മോഡൽസിലോട്ട് വരുമ്പോൾ 98,500 രൂപയാണ് എക്സ്ഷോറൂം വരുന്നത്. നേരെ നമുക്ക് ഓൺ റോഡ് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 1,04,700 ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഫസീനോയുടെ ബേസ്. ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 1,19,500 നമുക്ക് ഫസീനോയുടെ ടോപ്പ് വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഫസീനോ മോഡൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഒരു 5,000 അടയ്ക്കേണ്ടി വരും. 5,000 അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് EMI നോക്കുകയാണെങ്കിൽ 3,940 വെച്ചിട്ട് നമുക്ക് 36 മാസത്തേക്കാണ് EMI വരുന്നത് ഫസീനോ മോഡൽസിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട റേസഡാർ മോഡലാണ്. റേസഡാർ മോഡലിൻ്റെ നമുക്ക് ബേസും ടോപ്പൊക്കെ ഡീറ്റെയിൽ നോക്കാം. ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും നമുക്ക് 89,500 എക്സ്ഷോറൂം വരുന്നത്. ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക്, അതായത് റാലി മോഡലിലോട്ട് വരുമ്പോഴത്തേക്ക് 99,990 എക്സ്ഷോറൂം വരുന്നത്. നമ്മുടെ റേസറിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 1,09,300 തുടങ്ങി ഓൺ റോഡിലോട്ട് വരുമ്പോഴത്തേക്ക് ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ 1,21,500 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ റേസർ മോഡൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 8,000, 6,000 ആ റേഞ്ചായിരിക്കും ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. EMI നോക്കുകയാണെങ്കിൽ നമുക്ക് 4,400, 4,100 ആ റേഞ്ചിൽ വരും 36 മാസത്തേക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്കൂട്ടർ സെഗ്മെൻറ്റ്സിൽ നോക്കേണ്ടത് നമ്മുടെ എയറോക്സ് മോഡലാണ്. എയറോക്സിൻ്റെ ഈ ഒരു പുതിയ മോഡലാണ് കീലെസ് സെൻറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽ എന്ന് പറയുമ്പം എയറോക്സ് S എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ കീ ടൈപ്പിലുള്ള വണ്ടി വരുന്നുണ്ട്, കീലെസ് ടൈപ്പിലുള്ള ഈ ഒരു പുതിയ മോഡൽ വരുന്നുണ്ട്. എയറോക്സിൻ്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 1,51,000 എക്സ്ഷോറൂം തുടങ്ങി 1,54,000 വരെ എക്സ്ഷോറൂം വരുന്നുണ്ട് നമ്മുടെ കീ ടൈപ്പും കീലെസ് ടൈപ്പും ആയിട്ട്. ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ 1,87,700 തുടങ്ങി 1,91,000 രൂപ വരെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് എയറോക്സ് ടൈപ്പിന്. അതായത് 1,91,000 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കീലെസ് ടൈപ്പിനാണ്. ഡൗൺ പേയ്മെൻറ്റ് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 25,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. EMI നോക്കുകയാണെങ്കിൽ നമുക്ക് 3 വർഷത്തേക്ക് വരുമ്പോൾ 5,199 റേഞ്ചായിരിക്കും 3 വർഷത്തേക്ക് EMI വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ബൈക്ക് സെഗ്മെൻറ്റ്സിൽ നമുക്ക് FZ 16 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഏകദേശം 3-4 മോഡൽസ് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ പറഞ്ഞു പോകാം. FZ 160 തുടങ്ങി നമ്മുടെ FZ ഡീലക്സ് വരെയുള്ള പ്രൈസ് ഒറ്റ ഇതിൽ പറയാം.
FZ 16 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 1,19,990 എക്സ് ഷോറൂം വരുന്നത്. അത് അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ FZ ഡീലക്സിലോട്ട് വരുമ്പോൾ 1,33,200 രൂപ വരെ നമുക്ക് എക്സ് ഷോറൂം വരുന്നുണ്ട്. നേരെ നമ്മുടെ FZ 16 ഈ മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1,47,000 രൂപയുണ്ട് ഓൺ റോഡ് പ്രൈസ്. അവിടെ നമ്മുടെ FZ ഡീലക്സിലോട്ട് വരുമ്പോഴത്തേക്കും 1,62,500 വരെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരും. സോ നമുക്ക് FZ 16 ഇറക്കണമെന്നുണ്ടെങ്കിൽ സത്യം നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് 20,000 മതി. അതുപോലെ തന്നെ നമ്മുടെ ഡീലക്സ് ടൈപ്പിലോട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 23,000 ചെറിയ ഡിഫറൻസ് 23,000 രൂപയ്ക്കകത്തുമ്പോൾ നമ്മുടെ FZ 16 മുതൽ FZ ഡീലക്സ് വരെയുള്ള വണ്ടികൾ ആ കാറ്റഗറിയിൽ. സോ നമുക്ക് EMI നോക്കുകയാണെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് 20,000 23,000 റേഞ്ചിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ EMI വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3,999 അതായത് 4,000-4,500 നമുക്ക് EMI വരും 3 വർഷത്തേക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ FZ X മോഡലാണ്. അപ്പോൾ ഈ മോഡൽ ഞാൻ പറഞ്ഞല്ലോ പുതിയ കളറാണ്. അപ്പോൾ FZ X സ്റ്റാൻഡേർഡ് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്ന 1,40,500 രൂപയിൽ തുടങ്ങി FZ X ഡീലക്സ് ക്രോം, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ക്രോം ടൈപ്പ് വരെ വരുമ്പോഴത്തേക്ക് നമുക്ക് 1,43,990 എക്സ് ഷോറൂം വരുന്നത്. നമ്മുടെ FZ Xൻ്റെ ഓൺ റോഡ് പ്രൈസ് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,71,000 രൂപയിൽ തുടങ്ങി ഓൺ റോഡ് പ്രൈസ് ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ 1,75,000 രൂപ വരെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരും. സോ നമുക്ക് FZ X ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 30,000 രൂപ കേട്ടോ. 30,000 രൂപ നമുക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 5,600 വെച്ചിട്ട് നമുക്ക് 36 മാസത്തേക്ക് EMI വരും. നമ്മുടെ FZ സ്റ്റാൻഡേർഡിൻ്റെ മുതൽ നമ്മുടെ ക്രോമിലോട്ടുള്ള ഡീറ്റെയിലാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ MT വെർഷനിലോട്ട് നോക്കാം. നമ്മുടെ MTയുടെ പ്രൈസ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 1,72,000 രൂപയാണ് എക്സ് ഷോറൂം സ്റ്റാർട്ട് ആവുന്നത്. അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഡീലക്സ് ടൈപ്പിലോട്ട് വരുമ്പം 1,77,000 രൂപ വരെ നമുക്ക് എക്സ് ഷോറൂം വരും. ഓൺ റോഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ 2,12,500 രൂപയിൽ തുടങ്ങി 2,18,000 രൂപ വരെയാണ് നമുക്ക് MTയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ നമുക്ക് MT ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 35,000 35,000 രൂപയാണ്. 30,000 രൂപ നമുക്ക് അടയ്ക്കുമെന്നുണ്ടെങ്കിൽ EMIയിലോട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് 5,699 വെച്ചിട്ട് 3 വർഷത്തേക്ക് വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൈനലായിട്ട് നോക്കാം നമ്മൾ R15 സെഗ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് R15യുടെ V3 മോഡൽ നോക്കാം. R15 V3യുടെ വരുമ്പോഴത്തേക്ക് നമുക്ക് 1,69,500 എക്സ് ഷോറൂം വരുന്നത്. ഓൺ റോഡ് വരുമ്പോൾ 2,09,500 വരും. സോ R15 V3 ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് അതും 30,000 രൂപ മതി. 5,599 വെച്ചിട്ട് നമുക്ക് 36 മാസത്തേക്ക് നമുക്ക് EMI വരും. നേരെ നമുക്ക് നമ്മുടെ R15 V4 സെഗ്മെൻറ്റ്സിലോട്ട് വരാം. V4 സെഗ്മെൻറ്റ്സ് റെഡ് ആണ് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 1,86,500 എക്സ് ഷോറൂം വരുന്നത്. അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ V4 MLോട്ട് വരുമ്പോൾ 1,99,900 രൂപയാണ് നമുക്ക് എക്സ് ഷോറൂം വരുന്നത്. നേരെ നമ്മുടെ V4 റെഡിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 2,29,500 രൂപയിൽ തുടങ്ങി 2,40,45,000 രൂപ വരെയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ഈ ഇരിക്കുന്ന V4 M വരെയുള്ള മോഡൽസോട്ട് വരുമ്പോൾ 2,45,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. സോ നമുക്ക് V4 ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 40,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. EMI നോക്കുവാണെങ്കിൽ 3 വർഷത്തേക്ക് 6,399 വെച്ചിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ബൈ സെഗ്മെൻറ്റ്സിൻ്റെ വന്നിട്ട് L&T ഫിനാൻസിൻ്റെയാണ്. നേരെ സ്കൂട്ടർ സെഗ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രീറാം ആൻഡ് HDFC ഫിനാൻസിൻ്റെ ഡീറ്റെയിലാണ് തന്നിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ പുതിയ കളേഴ്സിൻ്റെ ഡീറ്റെയിൽ കണ്ടു, പുതിയ പ്രൈസ് ഡീറ്റെയിലും കാര്യങ്ങളും കണ്ടു. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഒരു ഈവൻറ്റിൻ്റെ കാര്യം. യെസ്, ആ ഈവൻറ്റ് എന്നുള്ള പറഞ്ഞുതരാം. യെസ്, വരുന്ന 19-ാം തീയതി, അതായത് ഞായറാഴ്ചയാണ് വരുന്ന 19-ാം തീയതി നമ്മുടെ ലുലു മാൾ വെച്ചിട്ട്, നമ്മുടെ ലുലു മാൾ ഗ്രൗണ്ട് ഏരിയയിൽ വെച്ചിട്ട് രാവിലെ 8 മണി മുതൽ 2 മണി വരെ നമ്മുടെ യമഹ തന്നെ സ്ട്രൈറ്റ് നടത്തുന്ന നമസ്തേ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റാണ്. യമഹ സ്ട്രൈറ്റ് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ഈവൻറ്റ്സിൽ ഒരുപാട് യമഹ കസ്റ്റമേഴ്സിനെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഈവൻറ്റ്സിൽ ഒരുപാട് ഗെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെയർ പാർട്സിനുള്ള ഒരുപാട് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഫംഗ്ഷനിൽ വരുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ആ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം നിർമ്മൻകരമുള്ള യമഹ ഓട്ടോസിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ ആ ഒരു ഫംഗ്ഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് എല്ലാവരും റൈഡ് ചെയ്ത് നേരെ ലുലു മാളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഈവൻറ്റ് മറക്കണ്ട. വരുന്ന 19-ാം തീയതി ഞായറാഴ്ചയാണ് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. അപ്പോൾ ഈ ഒരു ഈവൻ്റെ കാര്യം നിങ്ങൾ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു ഈവൻറ്റ്സിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ രജിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. അത് ഫീസൊന്നുമില്ല, ഫ്രീ ആണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ശിവജി ഓട്ടോസിൻ്റെ ഷോറൂമിൽ സ്ട്രൈറ്റ് വന്നാലും ഇവിടെ തന്നെ അവർ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു കൂപ്പൺ നിങ്ങൾ കയ്യിൽ തരും. അപ്പം എങ്ങനെയാണെന്ന് ചെയ്യാം, പക്ഷേ വളരെ പെട്ടെന്നായിക്കോട്ടെ, സമയമില്ല. അപ്പോൾ നമ്മളിന്ന് 3 കാര്യങ്ങളാണ് കണ്ടുപോയത്. ഒന്ന്, നമ്മുടെ പുതിയ മോഡൽസ്, പുതിയ കളേഴ്സും കാര്യങ്ങളും നോക്കിയായിരുന്നു. പുതിയ യമഹ ബൈക്സിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽ നോക്കിയായിരുന്നു. പിന്നെ നമ്മുടെ ഒരു
ഈവൻസിനെ പറ്റി ഡീറ്റെയിൽ കണ്ടായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. നമ്മുടെ രജിസ്ട്രേഷൻ്റെ കേസ് മറക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.